ജനുവരി 14 ചൊവ്വാഴ്ച. മത്തായി 22:34 മുതൽ 40 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പനയെക്കുറിച്ച് സംസാരിക്കുന്നു. അതിതാണ്: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. കൂടാതെ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുക? ദൈവത്തെ അറിയാതെയും അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചുവെന്ന് അനുഭവിക്കാതെയും നമുക്ക് അവനെ സ്നേഹിക്കാൻ കഴിയില്ല. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ദൈവത്തെ നമ്മുടെ ഒന്നാം നമ്പർ ആഗ്രഹവും മുൻഗണനയും ആക്കുക എന്നതാണ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവത്തിന് മാത്രം സമർപ്പിക്കണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവവുമായി യോജിച്ചതായിരിക്കണം. മറുവശത്ത് നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതായത് നമ്മെ അവഗണിക്കാതെ മറ്റുള്ളവരെ സേവിക്കുക എന്നാണ്. നമുക്കില്ലാത്തത് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയില്ലെന്ന് ഓർമ്മിക്കുക. നമുക്ക് സ്വയം സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയില്ല. വാസ്തവത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ആളുകൾ സ്വയം സ്നേഹമില്ലാത്തവരാണ്. മനുഷ്യത്വം ഒരു കുടുംബം മാത്രമായതിനാലും നമ്മൾ പരസ്പരം ഉൾപ്പെടുന്നതിനാലും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് സ്വയം വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. സ്നേഹം വെറുമൊരു വികാരമല്ല, അതൊരു പ്രവൃത്തിയാണ്. നമ്മുടെ സമയം, കഴിവ്, നിധികൾ എന്നിവ ഉപയോഗിച്ച് ദൈവത്തെയും മറ്റുള്ളവരെയും സേവിക്കുന്നതിലൂടെയാണ് അത് പ്രകടമാവുന്നത്. ചുരുക്കത്തിൽ സ്നേഹത്തിൻ്റെ തെളിവ് സേവനമാണ്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും മനസ്സോടും ആത്മാവോടും കൂടി സ്നേഹിക്കുകയും അതുപോലെ തന്നെ സ്നേഹത്തോടെ അയൽക്കാരനെ സമീപിക്കുകയും ചെയ്ത രണ്ട് മഹാന്മാരായ വിശുദ്ധരുടെ ഉദാഹരണം ഇന്ന് നമുക്കുണ്ട്. വിശുദ്ധ ദേവസഹായം പിള്ളയും ബ്ലെസ്സഡ് പീറ്റർ ഡോണ്ടേഴ്സുമാണ് അവർ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ഒരു ഹിന്ദുവായി ജനിച്ച് 18-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം സ്വീകരിച്ച ദേവസഹായം പിള്ളയെ വത്തിക്കാൻ വിശുദ്ധനായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ ആത്മായനായിരുന്നു. 1712 ഏപ്രിൽ 23 കന്യാകുമാരി ജില്ലയിലെ നട്ടാലം ഗ്രാമത്തിൽ ജനിച്ച ദേവസഹായം തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയുടെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിച്ചു. കൊട്ടാരത്തിൽ ഒരു ഡച്ച് നാവിക കമാൻഡറെ കണ്ടുമുട്ടിയ ശേഷം ദേവസഹായം 1745 സ്നാനമേറ്റു. ദൈവം എൻ്റെ സഹായം എന്നർത്ഥം വരുന്ന ലാസർ എന്ന പേര് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ മതപരിവർത്തനം ഹിന്ദു മതത്തിലെ നേതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. രാജ്യദ്രോഹം, ചാരവൃത്തി എന്നീ വ്യാജ കുറ്റങ്ങൾ ചുമത്തി വിശ്വാസത്തിൻ്റെ പേരിൽ ജയിലിലടയ്ക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു. 1752 ജനുവരി 14 ദേവസഹായത്തെ വെടിവെച്ച് കൊല്ലുകയും അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ ഇപ്പോൾ നാഗർകോവിലെ കോട്ടാറിലെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് കത്തീഡ്രലിൽ സംസ്കരിക്കുകയും ചെയ്തു. പീറ്റർ ഡോണ്ടേഴ്സ് ഒരു ഡച്ച് റോമൻ കത്തോലിക്ക പുരോഹിതനും റെഡംപ്റ്ററിസ്റ്റ് സഭയിലെ അംഗവുമായിരുന്നു. ഡച്ച് കോളനിയായ സൂരിനാമിൽ അദ്ദേഹം വിവിധ മിഷനുകളിൽ സേവനമനുഷ്ഠിച്ചു. തലസ്ഥാനമായ
പരമാരിബോയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയ അദ്ദേഹം കുഷ്ഠരോഗ കോളനിയായ ബറ്റേവിയയിലും പരിസര പ്രദേശങ്ങളുമുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് പ്രധാനമായും അറിയപ്പെടുന്നത്. അവിടെ അദ്ദേഹം 1887 മരിച്ചു. 1982 പീറ്റർ ഡോണ്ടേഴ്സിനെ ഇന്ത്യക്കാരുടെയും കുഷ്ഠരോഗികളുടെ അപ്പോസ്തലനായി വാഴ്ത്തപ്പെട്ടവനായി പരിശുദ്ധ പിതാവ് പ്രഖ്യാപിച്ചു. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.